ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് പാലക്കാട് ഒരു കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ വിഷുവൊക്കെ കഴിഞ്ഞു, നമ്മൾ കേസൊക്കെ കഴിഞ്ഞ് തിരിച്ച് മാമൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ എല്ലാവരും കുടുംബത്തിലെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. കാരണം നമുക്ക് കുടുംബക്ഷേത്രത്തിലൊരു പൂജയുണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയായിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വെജിറ്റേറിയൻ ആണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് പൂജാ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി കയറി. പിന്നെ കുറച്ച് മുല്ലപ്പൂവും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സർബത്തൊക്കെ കുടിച്ചു നമ്മൾ. പിന്നെ നേരെ ക്ഷേത്രത്തിൽ പോയി അവിടെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ, നാളെയാണ് പരിപാടി, അതിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കുളിച്ച് മാറ്റി നേരെ മാമൻ്റെ വീട്ടിൽ വന്നു. അവിടുന്ന് റെഡിയായി ഒരുങ്ങി നമ്മൾ നേരെ ക്ഷേത്രത്തിലെത്തി. രാവിലെ പൂജയുണ്ട്. അപ്പം പൂജാരി എത്തുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചു. അതിനുശേഷം പൂജ കഴിഞ്ഞു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഇഡലിയും സാമ്പാറും ചട്നിയും എല്ലാം കൂടെ കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ചു. പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഉച്ചയ്ക്ക് പിന്നെ സദ്യയായിരുന്നു. ചോറും സാമ്പാറും അവിയലും തോരനും പപ്പടവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പാലട പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാടെ കഴിഞ്ഞു. വൈകിട്ട് കുളിച്ച് റെഡിയായി നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും പൂജയുണ്ട് രാത്രി. അപ്പം അവിടെ മൊത്തത്തിൽ നമ്മൾ ചെരാതും വിളക്കും എല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ കുറച്ച് പേര്, നമ്മളെ കുടുംബത്തിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയൽവാസികൾ, അറിയുന്ന കുറച്ച് പേര്, അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ ഈ കരിങ്കുട്ടി പറക്കുട്ടി അങ്ങനെ അവർക്കൊക്കെയുള്ളൊരു പൂജ ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞു. പിന്നെ നമ്മൾ മൊത്തത്തിലൊക്കെ ഒന്ന് എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച്, ഇനി അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് ഫുഡിങ്ങിൻ്റെയാണ് കേട്ടോ.